വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കോക്കനട്ട് ചട്നി പൗഡറാണ്. നമുക്ക് നാളികേരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ഉണ്ടാക്കാം. നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ വളരെ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് നമുക്കതൊക്കെ കിട്ടുക. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ നമ്മളുടെ നാളികേരം കൊണ്ട് ഉണ്ടാക്കിയാൽ നമുക്ക് കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. നമുക്കത് വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ അത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രം അതിൽ ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോക്കനട്ട് ചമ്മന്തിപ്പൊടിയിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് നാളികേരം ചിരകിയിട്ട് നമ്മൾ മിക്സിയിലൊന്ന് വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അല്പം ചുവന്നുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ 2-3 കഷ്ണം വെളുത്തുള്ളി, അല്പം കുരുമുളക്. പൊടിയിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 5-8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു ചെറിയ കോൽപ്പുളിയുടെ ഒരു ചെറിയ പീസ്, പിന്നെ അല്പം ഉഴുന്ന് പരിപ്പ്, പിന്നെ അതിനായിട്ട് അല്പം വേപ്പില. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് ആദ്യം നാളികേരം നമുക്ക് ചട്ടിയിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി നാളികേരം അതിലിട്ട് പതുക്കെ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പതുക്കെ അത് വറുത്തെടുക്കാൻ. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം അതിലിട്ട് കൊടുക്കുക. ഇതിൽ വെളിച്ചെണ്ണ ഒന്നും നമ്മളിപ്പോൾ ചേർത്തേണ്ട കാര്യമില്ല. ഈ നാളികേരത്തിൽ നിന്ന് തന്നെ പതുക്കെ അതിലേക്ക് അതിൻ്റെ വെളിച്ചെണ്ണ ഇറങ്ങി വരും. അപ്പോൾ ഇത് നാളികേരം ഒന്ന് ഇതിൻ്റെ പച്ച മണം മാറി വന്നു കഴിഞ്ഞാലാണ് നമുക്കിത് വിട്ട് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് മറ്റുള്ള ചേരുവകൾ നമ്മൾ ചേർത്തി കൊടുക്കേണ്ടത്. നമ്മളിത് ഒരിക്കലും കൈ എടുക്കാൻ പാടില്ല. ഇതേപോലെ ഇങ്ങനെ ഇളക്കി അത് ഒരു ലൈറ്റ് ബ്രൗൺ ആവണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ നാളികേരം ഒന്ന് ചൂടാവുമ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുമ്പോൾ അത് വിട്ട് നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് അത് ഇളക്കാൻ പറ്റും. നമ്മൾ മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇത് വറുത്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് കരിയാൻ ചാൻസ് ഉണ്ട്. നാളികേരത്തിൻ്റെ കളറ് അല്പം മാറി വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളൊന്ന് ക്രഷ് ചെയ്ത് എടുത്ത കാരണം കൊണ്ട് എല്ലായിടത്തും വറവ് ഒരുപോലെ ആയിരിക്കും. നമ്മൾ നാളികേരം ചിരകി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മിക്സിയിലൊന്ന് വെറുതെ ഒന്ന് കറക്കി എടുത്താലേ ഇതേപോലെ ഒരേപോലെ ആയിട്ട് നമുക്ക് അത് വറുക്കാൻ പറ്റും. നമ്മൾ മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മളിത് വറുക്കേണ്ടത്. ഞാൻ തീരെ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഇത് നന്നായിട്ട് വറുത്ത് വരുമ്പോൾ ഏകദേശം അതിലൊരു വെളിച്ചെണ്ണമയം ഉണ്ടാവും. നാളികേരത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എടുത്തു വെച്ച ഉള്ളിയും വെളുത്തുള്ളി, കുരുമുളക്, ഇഞ്ചിയുടെ കഷ്ണം അത് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. 2 നാളികേരത്തിൻ്റെ അളവാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഉള്ളിയും കുരുമുളകും ഇഞ്ചിയൊക്കെ ചെറിയ അളവിലെടുത്താൽ മതി. ചെറിയൊരു കഷ്ണം എടുത്താൽ മതി ഇഞ്ചിയൊക്കെ. അതിൻ്റെ ആ ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കതിലേക്ക് ആ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. അത് 1 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കൊരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് അത് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മുടെ നാളികേരം മറ്റെല്ലാ ചേരുവകളും നമ്മൾ ഏകദേശം ഒരു പുളിയുറുമ്പ് കളറായിട്ടുണ്ട്. അതാണ് അതിൻ്റെ ശരിക്കും പാകം. ഇനി നമ്മളതിലേക്ക് ഞാൻ എടുത്തു വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെടുത്ത് വെച്ച കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും പിന്നെ വറ്റൽമുളകും ഇട്ടിട്ട് ഒന്നും കൂടി നമുക്കതൊന്ന് വറുത്തെടുക്കാം. നമ്മളെടുത്ത് വെച്ച പുളി ഞാൻ ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം.
അതിനുശേഷം ഞാനൊരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് മിക്സർ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് അധികം അരയ്ക്കണ്ട, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് എടുക്കാം. നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ചട്നി പൗഡറിലേക്കുള്ളത് വറുത്ത് വെച്ചത് ഏകദേശം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സർ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നമുക്കൊന്നത് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച നമ്മളുടെ ഈ ചമ്മന്തിപ്പൊടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഞാൻ 2-3 ട്രിപ്പായിട്ടാണത് അടിച്ചെടുത്തത്. അപ്പോൾ അതിന് ഉപ്പും മുളകും എല്ലാം നന്നായിട്ട് ഈക്വൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ തീരെ വെള്ളം നനവില്ലാതെയാണ് നമ്മളിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്കത് നല്ല കുപ്പിയൊക്കെ നന്നായിട്ട് ചൂടാക്കി തീരെ വെള്ളം ഈർപ്പമൊന്നും ഇല്ലാത്ത കുപ്പികളിലാക്കിയിട്ട് നമുക്കത് എടുത്ത് വയ്ക്കാം. നമുക്കത് തീരെ വെള്ളം നനവില്ലാത്ത കാരണം കൊണ്ട് നമുക്കത് 1 വർഷം വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയാണ്. ഇത് നമുക്ക് ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാം. പിന്നെ ഇത് നമുക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.